ഹലോ മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് കടന്നു വന്നത്. നമ്മുടെ ഇവിടെ ഉള്ള ഹീറോയുടെ സൂമിന്റെ ZX വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈസർ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബ്ലാക്ക് വൈസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഹീറോയുടെ ഒരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റിനുള്ള ഹോൾഡർ കാണാം. പിന്നെ H ഷേപ്ഡ് ആയിട്ടുള്ള DRL, അതിൻ്റെ അകത്ത് തന്നെ ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫൈബറിന്റെ ഒരു ഫ്രണ്ടിലെ വെൻഡർ കാണാം. പിന്നെ 90-12 MRFന്റെ സാപ്പർ ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. ട്യൂബ്ലെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ടോപ്പ് വേരിയന്റ് ആയതിൽ ബൈബ്രയുടെ ഡിസ്കും കാലിബേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് കിടക്കാം. സൈഡ് വ്യൂ വരുമ്പോഴത്തേക്ക് ഇവിടെ i3ന്റെ ഒരു സിമ്പിളിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈലും വാട്ടർ ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് കുറ്റി ചെരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലോർ ബോർഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിറ്റാച്ചബിൾ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഹുക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡിക്കി തുറക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂമിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എയറോഡൈനാമിക് ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സിംഗിൾ സ്റ്റോക്ക് സസ്പെൻഷൻ കാണാം, എഞ്ചിൻ കാണാം, പിന്നെ നമ്മുടെ കിക്കറും കാണാം. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ സൈഡിലത്തെ വിശേഷങ്ങൾ. ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിൽ കിടക്കും. ബാക്കിൽ നമുക്ക് H ഷേപ്ഡ് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ നമുക്ക് റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്, ചില നിറയ്ക്കായിരിക്കാൻ. ഇതാണ് വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങൾ. നമുക്ക് വണ്ടിയുടെ ഈ സൈഡിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ സൈഡിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എയറോഡൈനാമിക്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സൈലൻസർ യൂണിറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഫ്രണ്ടിൽ ബാക്കിലും കൊടുത്തേക്കുന്നത്. അതിൽ ബാക്കിൽ കൊടുത്തേക്കുന്നത് 100-80-12 MRFന്റെ സാപ്പർ ടയേഴ്സ് ട്യൂബ്ലെസ് ആണ് കൊടുത്തേക്കുന്നത് ടോപ്പ് വേരിയന്റിൽ. ഇതിന്റെ താഴത്തെ രണ്ട് വേരിയന്റിൽ നമുക്ക് 90-12 തന്നെയാണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഒന്നും വരുന്നത് ഡ്രം ബ്രേക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അവിടുത്തെ പോലെ തന്നെ സൂമിന്റെ ബാഡ്ജിങ് കാണാം, നമുക്ക് ഫുഡ് റെസ്റ്റ് കാണാം. ഇത്തരം കാര്യങ്ങളാണ് ഈ സൈഡത്തെ വിശേഷങ്ങൾ. ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സിലോട്ട് ഇറക്കുവാണെങ്കിൽ ഈ വണ്ടി ഒരു 110 cc എയർ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ ഈ വണ്ടിക്ക് മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പവർ എന്ന് വെച്ചാൽ 8 bhp പവറും 8.7 Nm ടോർക്കുമാണ് ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. നമുക്കിനി ഈ വണ്ടിയുടെ സ്വിച്ചസിലേക്ക് കിടക്കാം. വലിയ ഫാൻസി ആയിട്ടുള്ള സ്വിച്ചസ് ഒന്നുമില്ല. വണ്ടിക്ക് നോർമൽ സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഡിമ്മും ബ്രൈറ്റും പാസും ഇൻഡിക്കേറ്റർ ഉള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ i3ന്റെ ഓൺ ഓഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഗ്നിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും മീറ്ററിന്റെ മോഡ് സെറ്റ് ചെയ്യാനുള്ളതും പിന്നെ സെറ്റ് ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീറ്റർ ഒന്ന് ഓൺ ആക്കി നോക്കാൻ കാണും. ഒരു നോർമൽ ബ്ലൂ കളറുള്ള ഡിജിറ്റൽ മീറ്റർ ആണ് വന്നേക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ഫ്യൂവൽ വാർണിംഗ് കാണാം, നമ്മുടെ ടൈം കാണാം, ഓഡോമീറ്റർ കാണാം, പിന്നെ ഇവിടെ സ്പീഡോമീറ്ററും കാണാം. പിന്നെ നമ്മളിവിടെ ഓരോന്നും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് കാണാം, പിന്നെ ആവറേജ് മൈലേജും കാണാം. പിന്നെ നമുക്കിവിടെ ലോ ഫ്യൂൽ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ FIയുടെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ടാണ് ഇതിന്റെ ബ്ലൂ കളർ വരുന്നത്. ഇതിന്റെ താഴത്തെ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ വരുന്നത്, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. പിന്നെ ഇതിന്റെ താഴത്തെ വേരിയന്റിൽ നമുക്ക് അനലോഗ് മീറ്റേഴ്സ് ആണ് വരുന്നത്. ഇത്രയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. നമുക്ക് പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് USB ചാർജിങ് വരുന്നുണ്ട്. നമുക്കിവിടെ USB ചാർജിങ് പിടിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. പിന്നെ ഇത് മോഡേൺ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയ ബ്ലൂടൂത്തും കോൾ അലേർട്സ് എല്ലാം നമുക്ക് മീറ്ററിൽ തന്നെ കിട്ടുന്നതാണ് ആപ്പ് വഴി. ഇത്തരം കാര്യങ്ങളാണ് മീറ്ററിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് വണ്ടിയുടെ അണ്ടർ സ്പേസ് സ്റ്റോറേജിലേക്ക് നമുക്ക് നോക്കാം. നമുക്കിനി വണ്ടിയുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസിലേക്ക് കിടക്കാം. അത് തുറക്കാൻ നമുക്ക് ഇവിടുന്ന് കീ ഇട്ട് തന്നെയാണ്. കീ ഇട്ട് തുറന്നു കഴിയുമ്പോൾ നമുക്കൊരു 19.2 ലിറ്ററിന്റെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു LED ലൈറ്റ്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് രാത്രി യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് E20 സപ്പോർട്ടഡ് പെട്രോൾ ആണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്. BS6ന്റെ വേർഷൻ 2 ആണ്, നമുക്ക് കമ്പാറ്റബിൾ വണ്ടിയാണ് ഇത്. പിന്നെ ഇതിന്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 5.2 ലിറ്റർ കപ്പാസിറ്റി ആണ്. ഒരു ആവറേജ് ഒരു 45-50 മൈലേജ് ഹീറോ ഇതിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതൊരു വീഡിയോയും വണ്ടിയുടെ സൗണ്ട് കേൾക്കാതെ അവസാനിക്കുന്ന ഒരു ദുഃഖകരമായ കാര്യമാണ്. സോ നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് ഐഡിയലിംഗിൽ ഇനി നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഇങ്ങനെ ഒരു സൗണ്ടാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഹീറോ സൂമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ വണ്ടി 5 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ വണ്ടി കിട്ടാനുള്ള
വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 7 days മാത്രമേ വണ്ടി ഫ്രീലി അവൈലബിൾ ആണ് ഏത് ഹീറോയുടെ ഷോറൂമിലും. നമുക്ക് ഈ വണ്ടി വന്ന് സഹായിച്ച നമ്മുടെ ജൂബിലി ഹീറോയുടെ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. പിന്നെ ഈ വണ്ടി ട്രാഫിക്കുകളും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കൊച്ചു വണ്ടിയാണ്. അത്യാവശ്യം പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ വണ്ടിയെ പറ്റി പറയാനുള്ള വിശേഷങ്ങൾ. നിങ്ങൾ അന്വേഷിച്ച് വന്ന എന്തെങ്കിലും കാര്യം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാമെന്ന് വിശ്വസിച്ച് ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.